പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര റൂഡാണെന്നൊക്കെ പലരും അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണെന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ ആരും കാണാത്ത ഒരു പൊടിയെ എനിക്കറിയാം. അപ്പൊ ആ പൊടിയെ കുറച്ചാണ് ഞാൻ ആ വീഡിയോസിൽ കാണിച്ചത്. പുള്ളിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മഞ്ഞില് മാക്സിമം അത് എൻജോയ് ചെയ്തായിരുന്നു. എന്നാൽ ഒരു കൊച്ചു കുട്ടിയെ കണക്കായിരുന്നു ആക്ച്വലി പുള്ളിക്ക് ഓടി നടക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പലരും ചോദിക്കുന്നത് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ കുറച്ച് മാത്രം ദേഷ്യപ്പെടും. ഭയങ്കര അഗ്രസീവ് ആയിരുന്നുള്ള ഒരാളാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആവും. പിന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് റിയാക്ട് ചെയ്യും. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആരുടെങ്കിലും കൂടെ ഈ വീഡിയോസ് കാണുമ്പോഴേ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ന്യൂമോണിയ വന്നു. കാരണം കോവിഡ് വന്നതിന് ശേഷം എന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം വഴി പോണ എല്ലാ അസുഖങ്ങളും കിട്ടാറുണ്ട്. എന്റെ കഫത്തിൽ ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിനെ ആർക്കും അറിയത്തില്ല. 70 ദിവസം കൊണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. എന്നാലേ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? കാരണം നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും വേണം, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും വേണം. എനിക്ക് ഹെൽത്തി ക്രിറ്റിസിസം ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ റോബിന് ഇന്നൊരു കാര്യം നീ ചെയ്തതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്താൽ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ എന്ത് ചെയ്യും, അവരെ ചീത്ത വിളിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന്റെ കാര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാൻ പറയില്ലേ, എപ്പോഴും എന്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും എന്റെ ഭാഗത്ത് നിന്ന് ഓരോ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇത് മാക്സിമം എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈഫിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 35 ഒന്നിനും ഒരു തടസ്സമല്ല. ഇനിയും സമയമുണ്ട്. പലരും എന്റെ മൂവി ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി കിളവനായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മൂവിക്ക് കളവനാവണമെന്നില്ല. കളവനാവുന്ന വേഷമെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ഭയങ്കര ഗെയിംസിൽ എക്സൽ ചെയ്യുന്ന ഒരാളുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ടർഫിൽ വരുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടർഫിൽ വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റാ. ഇവരെല്ലാം കാണുന്നതിനുപരി ടർഫൊന്നും എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആരുടെങ്കിലും കൂടെ ഈ വീഡിയോസ് കാണുമ്പോഴേ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ആഗ്രഹം കൂടി ഈ 35 വയസ്സിൽ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്. വിചാരിച്ചാൽ പറ്റും. ഇപ്പൊ എന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ആരുടെങ്കിലും പറഞ്ഞാൽ എത്ര പേര് വരും? ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ഇഷ്ടം വരും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ അതും ഒരു വലിയൊരു കാര്യമാണ്. ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തോ എന്ന് ഇത് എന്തായാലും എനിക്ക് ചെയ്യണം മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തല്ല, ചെയ്യാൻ സമയം എടുക്കുന്നു. പറ്റാത്തതായിട്ടൊന്നുമില്ല. പറ്റാതായിട്ട് ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് മാർച്ച് പോയിട്ട് വരാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ലേ? മല കയറാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. അതോ അതിന്റെ മണ്ടയിൽ ചാടി കയറാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ലിമിറ്റേഷൻസ് അനുസരിച്ചാണ് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ വെക്കുന്നത്. എന്നെ കൊണ്ട് എന്ത് പറ്റും, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വലിയ ആഗ്രഹങ്ങൾ വെക്കത്തില്ല. സിനിമ എന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്ടംപോലെ ആളുകൾ സിനിമ അഭിനയിക്കുന്നു. എനിക്ക് കിട്ടൂലേ? അല്ലെ ഞാൻ ചോദിക്കുന്നേ? ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും നമുക്കറിയുന്ന പലരും സിനിമയിൽ ചെയ്യുന്നുണ്ട്, വേഷം ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. 2022 ബിഗ് ബോസിൽ വരുന്നു. ലൈഫ് ഒരു മാറാണ്. ഇപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല. ആദ്യം ഒരു കയറ്റം, പിന്നെ ഇറക്കം, വീണ്ടും ഒരു കയറ്റം, വീണ്ടും ഇറക്കം. ഒരുപാട് പേര് അഭിപ്രായം പറയണു. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അഭിപ്രായം പറയണു. ഇപ്പൊ നമ്മള് മോട്ടിവേഷൻ കൊടുക്കുക, സെൽഫ് മോട്ടിവേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയണം. മനുഷ്യരാണ്. നമുക്ക് ചിലപ്പോൾ അത്യാവശ്യമല്ല, നമുക്ക് ഭയങ്കര ഡൗൺ ആയി പോകും. ആളുകളെ സപ്പോർട്ട് ചെയ്താൽ നമുക്കത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരിക്കും. ഇപ്പൊ പൊതുവെ ആൺകുട്ടികൾ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ കരയാറില്ല, അല്ലെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാറില്ല എന്ന് പറയും. അങ്ങനെ ഒരു സ്റ്റേജില് എങ്ങനെയായിരുന്നു ശരിക്കും ഇപ്പൊ ഒരു മോട്ടിവേഷൻ സെൽഫ് കൊടുത്തു തരും? അതെങ്ങനെയാണ്? ബിഗ് ബോസിന് പോണതിന് മുന്നേ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പൊ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തിച്ചാൽ കൂടി എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്റെ ആ വ്യക്തി എന്നെ പറ്റി അങ്ങനെ ചിന്തിച്ചത്, ഇങ്ങനെ അല്ലല്ലോ ഇതല്ലല്ലോ ഞാൻ ചിന്തിച്ചത് എന്നുള്ളത് എനിക്ക് ചിന്ത വരുമായിരുന്നു. എന്നിട്ട് അത് ആ വ്യക്തിയായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണം. അപ്പൊ ആ ആളിനെ കൊണ്ട് പറയിപ്പിക്കണം, അയ്യോ എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, അതങ്ങനെ ഇപ്പൊ സംസാരിച്ചപ്പോൾ അത് ക്ലിയർ ആയി. ഇത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലായി? സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു. അതാണെങ്കിലും അല്ലെ റിയൽ ലൈഫിലാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ പോകുമ്പോൾ എനിക്കും ഞാനാണ് ആദ്യത്തെ ഡോക്ടർ പോണത്. ഡോക്ടേഴ്സ് യൂഷ്വലി റെപ്യൂട്ടേഷൻ, ഇമേജ് കോൺഷ്യസ് ആയിരിക്കും. റെപ്യൂട്ടേഷൻ കളഞ്ഞ ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ആ ഷോയിലേക്ക് പോകുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇമേജ് കോൺഷ്യസ് ആവാൻ പാടില്ല എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ ആ ക്യാരക്ടർ കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വിഷമിച്ച് തകർന്നു പോകും. കാരണം അത്രയും നമുക്ക് സ്ട്രെസ് ഉണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? സോ ആ ഒരു ടൈമില് ഞാൻ മാക്സിമം എന്ത് ചെയ്തു, മനസ്സിലാക്കാൻ ശ്രമിച്ചു എൻ്റെ ഉള്ളിൽ. കാരണം ഇനി നീ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി ഈ ജീവിതത്തിലേക്ക് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വരാൻ പറ്റുമോ, തിരിഞ്ഞൊരു നോട്ടമില്ല.
അപ്പൊ ഇനി വരാൻ പോണ ലൈഫിലേക്ക് നീ പോകണമെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ നിന്റെ മനസ്സിൽ എന്ത് ചെയ്യുക, പ്രതിജ്ഞ എടുക്കുക. ഒരുപാട് പേര് നിന്നെ ആക്രമിക്കാൻ കാണും, ലോകം മൊത്തം നിനക്ക് എഗൻസ്റ്റ് നിൽക്കും. ആ സമയത്ത് നിനക്ക് നീ ചെയ്യുന്നതിൽ ശരിയോ തെറ്റോ നിന്നെ മാത്രം നീ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, സെൽഫായിട്ട് എടുത്തത്. എന്നെ ഇഷ്ടംപോലെ പേര് ട്രോൾ ചെയ്യാലും ഇല്ലെങ്കിലും ഞാനപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നോ, പോസിറ്റീവ് വശം. അയാളുടെ ജീവിതത്തിൽ അയാളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി അയാൾ സ്പെൻഡ് ചെയ്യുന്നു, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. അയാൾ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതില് അയാൾ എനിക്ക് വേണ്ടി കുറച്ച് സമയം എന്ത് ചെയ്യാണ്, മാറ്റിവെക്കുകയാണ് അല്ലേ. പണ്ട് ഞാൻ ആക്ച്വലി ബിഗ് ബോസ് പോണതിന് മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പേജിൽ എൻ്റെ ഒരു വീഡിയോ ഇടാനൊക്കെ ഒറ്റൊരു പേജ് ചോദിച്ചപ്പം ഇത്ര രൂപയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യുമേ ഇത്രയും രൂപയോ, ഇപ്പൊ അത് വേണ്ട. ഇഷ്ടം ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ട്, 1 ലക്ഷം വീഡിയോസ് അടുപ്പിച്ച് എൻ്റെ ഹാഷ്ടാഗിൽ എന്തുണ്ട് കുഴപ്പമുണ്ട്. പിന്നെ അവരത് ചെയ്താലും ട്രോൾസും കാര്യങ്ങളൊന്നും കണ്ട ഇപ്പൊ എനിക്കൊന്നും തോന്നാറില്ല. എന്തോ എനിക്കറിയത്തില്ല. കാരണം എനിക്കൊന്ന് നമ്മുടെ മനസ്സങ്ങ് ഭയങ്കര അങ്ങ് ബേസിക്കലി ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ മരണവും കാര്യങ്ങളും വയ്യായികയും ഇതെല്ലാം കണ്ടേ ഓൾറെഡി നമ്മുടെ മനസ്സെന്ത് ചെയ്യും, കുറച്ചൊരു മരവിച്ചിരിക്കും. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ലൈക്ക് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും സംഭവിച്ചു, ഓക്കെ ശരി. ഈ പറഞ്ഞ വ്യക്തികൾ ആരെങ്കിലും എന്നോട് നേരിട്ട് കണ്ടു കഴിഞ്ഞാലോ ഇവരാർക്കും ഒരു പ്രശ്നം. ഇപ്പൊ തന്നെ പല ആൾക്കാരും, ഇവിടെ ഉള്ള പ്രശ്നമുള്ള പല ആൾക്കാരും എൻ്റെ കൂടെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഞാൻ ഇവരൊക്കെ സംസാരിക്കുമെന്ന് പോലും എന്ത് ചെയ്തിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അവരൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പലരെയും കാണുന്ന പോലും. അപ്പം ലൈക്ക് ദി തിങ് ഈസ് ലൈക്ക് ഇവരൊക്കെ എന്നെ ചിന്തിക്കുന്നത് ആ സോഷ്യൽ മീഡിയ കണ്ട ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള, റൂഡ് ആയിട്ടുള്ള എന്നെയാണ് കാണുന്നത്. അപ്പം അതല്ലാത്ത ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഉണ്ട് റിയൽ ലൈഫ് അല്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലോ ഈ പറഞ്ഞ എന്തിലും എല്ലാത്തിലും റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് മീഡിയയിൽ കാണാൻ പറ്റില്ല അല്ലെ. ഇപ്പം ചിക്കു ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. ചിക്കു റിയൽ ലൈഫിൽ ഇങ്ങനെ അല്ലല്ലോ അല്ലേ. റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോഴും കാര്യം നമുക്ക് കാണാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഞാൻ പറയില്ല, ഞാൻ മാക്സിമം ചാറാ പറ. ഇവർ ഈ ഇതിൽ തന്നെ എത്ര ഈ ഇരിക്കുന്നതിൽ ഈ വന്നതിൽ മെജോറിറ്റി ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. ഒരു 95% ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. ആ 5% ആൾക്കാര് ഞാൻ അറിയാതെ പറഞ്ഞ ആൾക്കാരാണ്, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ല, ഐ വാസ് ലൈക്ക് ഓക്കെ എന്നെ പറ്റി സംസാരിക്കുന്നില്ലേ, സംസാരിക്കട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചോളൂ. സംസാരിക്കണമല്ലോ, അതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് ഞാൻ പറയാം, ലോ പ്രൊഫൈലാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. എന്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. ഫാമിലി ലൈഫ് മാത്രമല്ല, എന്റെ കാര്യത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഹാപ്പി നൗ, കംപ്ലീറ്റ്ലി ഹാപ്പി. കാരണം ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഒരു 50% മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ആ ബാക്കിയുള്ള 50% എന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ 50% എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്, മനസ്സിലായില്ലേ. സോ ഐ എം ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. സോ ആരതിപ്പൊടി ആസ് എ വൈഫ് എന്ന് പറയുന്ന എന്താ പറയുക, എനിക്കൊരു കൊച്ചുകുട്ടി, എനിക്ക് അവളെ കൊച്ചുകുട്ടിയാടാ ഫീൽ ചെയ്യുന്നത്, മനസ്സിലായില്ല. നിങ്ങളൊക്കെ കാണുന്നതൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ഓക്കെ, ഇനി ചില കാര്യങ്ങൾ ഇതെന്തെങ്കിലും കാണുമല്ലോ. ആള് ഭയങ്കര പാവ, ഭയങ്കര സിമ്പിളാ. പിന്നെ കുറെ പേരൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെ ഇങ്ങനെ. പക്ഷെ ആള് ഭയങ്കര പാവ. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ഇതായിരുന്നു ആരതിപ്പൊടി എന്ന് എന്ത് ചെയ്യും, ചിന്തിക്കും. സോ ഐ എം ഹാപ്പി. ഇത് കൂടുതൽ എന്താണ് വേണ്ടത്? ഐ എം ഹാപ്പി. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഒറ്റ വാക്കില് കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്. എപ്പോഴും ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ ബ്ലെസ്ലി, ദിൽഷ, നിങ്ങൾ ഒരു ടീം ആയിരുന്നല്ലോ അവിടെ. തിരിച്ചു വന്ന സമയത്ത് എപ്പോഴും അവരോടും ചോദിക്കാറുണ്ട് ഡോക്ടർ റോബിനെ കുറിച്ച്, ബ്ലെസ്സിനെ കുറിച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്റർവ്യൂസ് ആകുമ്പോൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന പോലെ തന്നെ. അപ്പം കല്യാണ വിശേഷങ്ങളെ കുറിച്ച് ദിൽഷ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടു. എല്ലാവിധ ആശംസകൾ എന്ന് പറഞ്ഞാൽ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എപ്പോഴും ആളുകൾക്ക് നിങ്ങൾ ഇപ്പോഴും മിണ്ടാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും അതിനുശേഷം മിണ്ടാറില്ലേ, പിന്നെ ഒരു സൗഹൃദത്തിന് നിങ്ങളൊരു സ്കോപ്പ് ഇല്ലേ എന്ന് പല ചോദ്യങ്ങളും ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. അല്ല, എനിക്ക് ആക്ച്വലി ദിൽഷയായിട്ട് കോണ്ടാക്ട് ഇല്ല. ബ്ലെസ്ലീനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത്. ഇന്ന് കണ്ടു, സംസാരിച്ചു. ലൈക്ക് നമ്മൾ വേറെ ഒന്നുമില്ല, കണ്ടു, സംസാരിച്ചു. ഇതില് അവിടെ ഗ്രജോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുന്നു. ലൈഫില് ഈ ഒരു ബിഗ് ബോസിന് ശേഷം ലൈഫിൽ പഠിച്ച ഒറ്റ കാര്യം ഞാൻ മുന്നേ വിചാരിച്ചിരുന്ന, നമ്മളെ പിന്നിൽ നിന്ന് കുത്താനും നമ്മളെ പിടിച്ച് താഴെ ഇടാനും കുറച്ച് പേരുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേര് നമ്മളെ പിടിച്ച് താഴെ ഇടാനും നമ്മളെ കുത്താനും നമ്മളെ ചവിട്ടി താഴ്ത്താനും ഒരുപാട് പേരുണ്ടാവും. സോ മുന്നേ
നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്ത് മുന്നേ ഇട്ടിരുന്ന എഫേർട്ടിന്റെ ഒരു 100 മടങ്ങ് നമ്മൾ ഇപ്പൊ ഇട്ടാലേ നമുക്ക് ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക്, എസ്പെഷ്യലി എനിക്ക് ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ആളുകള് ഡോക്ടർ റോബിൻ സംസാരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി ഒരുപാട് ആൾക്ക് ആഗ്രഹമുണ്ട് ഇനിയും ആക്റ്റീവ് ആവണം, വീഡിയോസ് ചെയ്യാതെ ഇരിക്കരുത്, കാരണം അതിന് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ജെനുവൻലി സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. പഴയ എനർജിയോടെ വരിക. ഇപ്പൊ സമാധാനം കളയണ്ട, 50%, 100% സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നത്. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്.